ക്രൂശിതിനൊപ്പം കാൽവരിയിലേക്ക് 44-ാം ദിനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ 3 ഉപമകൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 കഥകളിലും നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുന്നതിൻ്റെ ആ സന്തോഷമാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമ, മൂത്തപുത്രൻ്റെ കഥയാണ്. ഇളയ മകൻ അപ്പനിൽ നിന്നും സകലതും ചോദിച്ചു വാങ്ങി ധൂർത്തടിച്ച് നഷ്ടപ്പെടുത്തി തിരികെ വരുമ്പോൾ അവന് തെറ്റുപറ്റിയെന്ന ബോധ്യം വന്ന് പിതാവിനോടും സ്വർഗത്തോടും ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമ നൽകുന്ന പിതാവ് മകനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ട് കയറി വരുന്ന അത്രയും നാൾ പിതാവിനോട് ചേർന്ന് നിന്ന മൂത്ത മകൻ അപ്പനോട് പരിതപിക്കുന്നു. ഒരു കാഴ്ച ഇവിടെ കാണുവാൻ സാധിക്കും. ഇത് നിൻ്റെ സഹോദരനാണ് എന്ന് അപ്പൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇത് നിൻ്റെ മകനാണ് എന്നുള്ള നിഷേധാത്മകമായ വചനം ആ പിതാവിനോട് മകൻ പറയുന്നതും നാം കാണുന്നു. പഴയ നിയമത്തിൽ കായനെ ദൈവം വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുതന്നെയാണ്, നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. ആ സഹോദരൻ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട്, ദൈവസന്നിധിയിൽ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ മൂത്ത മകൻ പഠിപ്പിക്കുന്നു, അപ്പനോട് മറുതലിക്കുന്ന കാഴ്ച കാണുമ്പോൾ അവന് ലഭിക്കുവാനിരിക്കുന്ന സമ്പത്തിനെക്കുറിച്ചും അവന് ലഭിക്കാതിരിക്കുന്ന അവകാശത്തെക്കുറിച്ചുമുള്ള ആകാംക്ഷയും പരിതാപവും കാണുവാൻ സാധിക്കും. തൻ്റെ സ്വത്തിനൊരു അവകാശി കടന്നു വരുമ്പോൾ അതിൽ ആശങ്കപ്പെടുന്ന ഒരു മനുഷ്യനെ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. നിൻ്റെ സഹോദരനെ നീ ചേർത്ത് നിർത്തുക. ഇന്ന് ദൈവത്തിൽ നകന്ന്, സമൂഹത്തിൽ നകന്ന് ദോഷപ്രവൃത്തിയിൽ ഏർപ്പെട്ടു പോകുന്ന ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ ചേർത്ത് നിർത്തി ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. സ്തുതിയായിരിക്കട്ടെ.